السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഈദ് ആക്കരുത്, അതൊരാഘോഷസ്ഥാനമാക്കരുത് എന്ന് ഒരു ഹദീസ് കാണാം. അതിൻ്റെ ആശയം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന ഒരു പഠനമാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. ഖബറുകൾ, മഹാന്മാരുടെ ഖബറുകൾ, നബിമാരുടെ ഖബറുകൾ ആരാധനാ കേന്ദ്രമാക്കുന്ന ഒരു സമ്പ്രദായം മുൻകാലത്തുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ശക്തമായിട്ട് വിലക്കി. ഇസ്ലാം അത് ശക്തമായിട്ട് വിലക്കി. ആരാധനയിലേക്ക് നയിക്കുന്ന വസീലയാകുന്ന കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിലക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ ഖബർ ഈദ് ആക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ച് സന്ദർശിക്കുന്ന സ്ഥലം എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ ഉപയോഗിക്കപ്പെടുന്നതാണ്. ആവർത്തിച്ച് അപ്പോൾ ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് ഒന്നിങ്ങനെ സലാം പറയാം, അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഹദീസ് സൂചിപ്പിക്കുന്നത്. ഈ ഹദീസ് പറയുന്നിടത്ത് അതിന് തുടർച്ചയായിട്ട് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത് എന്ന് പറഞ്ഞിട്ട് പറയാണ്. കാരണം നിങ്ങളുടെ സ്വലാത്ത് സലാം, നിങ്ങൾ എൻ്റെ പേരിൽ ചൊല്ലുന്ന സ്വലാത്ത്, അത് നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ പ്രദർശിപ്പിക്കപ്പെടും, സലാമാണെങ്കിലും അത് തന്നെ. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് ഇടയ്ക്കിടെ വരേണ്ട ആവശ്യമില്ല എന്നതാണ്. അതാണ് ഈദ് ആക്കരുത് എന്നതിൻ്റെ താല്പര്യം. അതല്ലാതെ ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുത്ത് പെരുന്നാൾ പോലെ 1-2 തവണ വന്നാൽ പോരാ, ഇടയ്ക്കിടയ്ക്ക് വരണം, ആവർത്തിച്ച് വരണം എന്ന് നബി പറഞ്ഞു എന്നതല്ല. കാരണം അങ്ങനെയാണെങ്കിൽ അതിനെ തുടർന്ന് അതിനൊരു കാരണം പറയുന്നുണ്ടല്ലോ, ഒരു ഇല്ലത്ത് പറയുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ഇതാക്കരുത്, എപ്പോഴും വരുന്ന ഒരു സ്ഥലമാക്കരുത്? കാരണം എന്താ? നിങ്ങളുടെ സ്വലാത്തു സലാം നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ അടുത്തെത്തും എന്നാണ്. അപ്പോൾ ഹസൻ എന്നവർ, അതായത് അലി റളിയല്ലാഹു അൻഹുവിൻ്റെ പൗത്രൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഹസൻ എന്നിവരുടെ മകൻ ഹസൻ എന്നൊരു പറയുന്നൊരു വീക്ഷണം, ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു പ്രസ്താവന കാണാം ഒരാളോട്. ഇങ്ങനെ ഖബറിൻ്റെ അടുത്ത് ഇങ്ങനെ ഇടയ്ക്ക് വന്ന ഒരാളോട് പറയണത്, താങ്കളും അന്തലൂസിലുള്ള ആളും സാമാണ് എന്ന് പറഞ്ഞാൽ, അന്തലൂസിൽ നിന്ന് സ്പെയിനിൽ നിന്ന് അത്രയും ദൂരെ നിന്ന് നബിൻ്റെ പേര് സ്വലാത്ത് സലാം ചൊല്ലിയാലും ഇവിടെ ഖബറിൻ്റെ അടുത്ത് വന്നിട്ട് സ്വലാത്ത് സലാം ചൊല്ലിയാലും അത് നബിക്കെത്തും എന്നതാണ്. രണ്ടും സെയിമാണ് എന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഇബാറത്തുകളിലേക്ക്, ചർച്ചകളിലേക്ക് പോകാം ഇൻഷാ അല്ലാഹ്. മുസന്നഫ് ഇബ്നു അബി ഷൈബയിൽ ഒരു ഹദീസ് കാണാം. ഹദ്ദസന അബൂബക്കർ ഖാല ഹദ്ദസന സയ്യിദ് ബിൻ ഹുബാബ് ഹദ്ദസന ജഅഫർ ബിൻ ഇബ്രാഹിം മിൻ വലദി ദിൽ ജനാഹൈൻ ഖാല ഹദ്ദസനി അലി ബിൻ ഉമറ അൻ അബീഹി അൻ അലി ബിൻ ഹുസൈൻ. അലി ബിൻ ഹുസൈൻ എന്നവരിൽ നിന്നുള്ള നിവേദനം. ഹുസൈൻ എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രനാണ്, പേരക്കുട്ടി. ആ പേരക്കുട്ടിക്ക് ഒരു പുത്രൻ, അവരുടെ പേര് അലി. അപ്പോൾ ഹുസൈൻ എന്നവരുടെ ഉപ്പയുടെ പേര്, അതായത് അലി റളിയല്ലാഹു അൻഹു. മകൻ ഒരു അലിയുണ്ട്, അതാണ് അലി ഇബ്നുൽ ഹുസൈൻ എന്ന് പറഞ്ഞത്. അന്നഹു റആ റജുലൻ, അദ്ദേഹം നിശ്ചയം ഒരാളെ കണ്ടു. യജീഉ ഇലാ ഫുർജത്തിൻ, ഒരു ഗ്യാപ്പ്, ഒരു വിടവിലേക്ക് വരുന്ന. കാനത്ത് ഇന്ദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്തുണ്ടായിരുന്ന. ഫയദ്ഖുലു ഫിഹ, എന്നിട്ട് ആ ഗ്യാപ്പിലൂടെ, ആ വിടവിലൂടെ അയാൾ പ്രവേശിക്കും. ഫയദ്ഉ, അങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്യും. ഇത് ഒരൊറ്റ പ്രാവശ്യം ചെയ്തു എന്നതല്ല ഇതിൻ്റെ ആശയം. അങ്ങനെ ആ വ്യക്തി പലപ്പോഴും ചെയ്യുന്നതായിട്ട് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഫദഅഹു, അപ്പോൾ അദ്ദേഹത്തെ ആര് വിളിച്ചു? അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ വിളിച്ചു.
ഫഖാൽ എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു അലാ ഉഹദ്ദിസുക ബി ഹദീസിൻ സമിഅതുഹു മിൻ അബി അൻ ജദ്ദി അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഉഹദ്ദിസുക്കും ഞാൻ നിനക്കൊരു ഹദീസ് പറഞ്ഞു തരട്ടെ. ബി ഹദീസിന് ഒരു ഹദീസ്. അലാ ഉഹദ്ദിസുക ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. ബി ഹദീസിന് ഒരു ഹദീസ്. സമിഅതുഹു ഞാൻ ആ ഹദീസ് കേട്ടിട്ടുണ്ട് മിൻ അബി എൻ്റെ പിതാവിൽ നിന്ന്, അതായത് എൻ്റെ പിതാവ് ഹുസൈൻ എന്നവരിൽ നിന്ന്, അൻ ജദ്ദി എൻ്റെ വല്ലിപ്പയിൽ നിന്ന്, അതായത് അലി റളിയല്ലാഹുവിൽ നിന്ന്, അൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ട്. ഖാല അവിടുന്ന് പറഞ്ഞു, അതായത് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തഖിദു ഖബ്രി ഐദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഐദാക്കരുത്, ആവർത്തിച്ച് ഇടയ്ക്കിടെ സന്ദർശിക്കുന്ന ഒരു ആഘോഷ സ്ഥാനമാക്കരുത്. വലാ ബുയൂതക്കും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളും ആക്കരുത്. വീടുകളിൽ ഇടയ്ക്കൊക്കെ നിസ്കാരമൊക്കെ വേണം എന്നർത്ഥം. ഫർദ് നിസ്കാരങ്ങൾ പ്രത്യേകിച്ച് പുരുഷന്മാർ ജമാഅത്തായിട്ട് പള്ളിയിലാണല്ലോ നിർവഹിക്കുക അധികവും. അപ്പം വീടുകളിൽ സുന്നത്ത് നിസ്കാരങ്ങളിലൊക്കെ നിസ്കരിക്കണം ഇടക്ക് എന്നതാണ്. ഖബറുകളാക്കരുതെന്ന് പറയുമ്പോൾ ഖബറുകൾ എന്താല്ല, നിസ്കാരത്തിൻ്റെ സ്ഥാനങ്ങളല്ല, അത് ആരാധനാ കേന്ദ്രങ്ങളല്ല എന്നൊരാശയം കൂടി അവിടെ വരുന്നുണ്ട്. ഓ സ്വല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫ ഇന്ന സ്വലാത്തക്കും, കാരണം നിങ്ങളുടെ സ്വലാത്ത് തബ്ലുഗുനി, അതെനിക്കെത്തും, ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയാണെങ്കിലും. അപ്പോൾ ഖബറിൻ്റെ അടുത്ത് തന്നെ വരണമെന്നില്ല എന്നതാണ് എൻ്റെ ആശയം. വളരെ വ്യക്തമാണ്. ഇനി ഈ ഹദീസ് ഹസൻ ആണെന്ന് സഹാബി റഹിമഹുല്ല ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലയുടെ ശിഷ്യൻ അദ്ദേഹം പറഞ്ഞതായിട്ട് അദ്ദേഹത്തിൻ്റെ അൽ ഖൗലുൽ ബദിയ ഫി സ്വലാത്തി അലൽ ഹബീബി ഷഫീഅ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതിൽ കാണാം. വഹുവ ഹദീസുൻ ഹസനുൻ എന്ന്, ഇത് ഹസനായിട്ടുള്ള, സ്വഹീഹിൻ്റെ തൊട്ട് താഴെ ഗ്രേഡുള്ള ഹദീസാണ് ഹസൻ. ഈ ഹദീസിന് ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ, ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ഇതുപോലുള്ള വേറെ ചില ഹദീസുകളുണ്ട്, ചെറിയ ദുർബലതകളുണ്ട്. പക്ഷേ അത്തരം ഹദീസുകൾ, അതായത് ഒറ്റയ്ക്ക് നോക്കുമ്പോൾ ചെറിയ ദുർബലതകളുള്ള ഹദീസുകളാണ്. പക്ഷേ അതിൻ്റെ തുറുക്ക് പരിഗണിച്ചിട്ട് വിവിധ വഴികളിൽ വിവിധ സനദുകളിൽ ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ വന്നിട്ടുണ്ട് എന്നത് പരിഗണിച്ചിട്ട് ഇതിനെ ഹസനായിട്ട് പരിഗണിച്ചിട്ടുണ്ട്, സ്വീകാര്യമായ ഹദീസായിട്ട് പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ പല ഹദീസുകളെയും ഹസനായിട്ട് മുഹദ്ദിസുകൾ പരിഗണിച്ചതായിട്ട് കാണാം. അതായത് ഒരു ഹദീസ് അത് സ്വന്തം നിലക്ക് ആ സനദ് പ്രകാരം ചെറിയ ദുർബലത അതിലുണ്ടാവാം, വലിയ ദുർബലതയല്ല, ചെറിയ ദുർബലത ഉണ്ടാവാം. എന്നാൽ അതേ ആശയമുള്ള ഹദീസ് അല്ലെങ്കിൽ അതേ ഉള്ളടക്കമുള്ള ഹദീസ് മറ്റു വഴികളിൽ അതിന് ഷാഹിദായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിലും ഒരു പക്ഷേ ചെറിയ ദുർബലത ഉണ്ടാകും. അപ്പോൾ ഇതിനെ മൊത്തത്തിൽ അതിൻ്റെ മജ്മൂഉ തുറുക്ക് പരിഗണിച്ചിട്ട് അത് വിവിധ വഴികളിലൂടെ വന്നിട്ടുണ്ട് എന്നത് പരിഗണിച്ചിട്ട് അതിനെ ഹസൻ സ്വീകാര്യമായിട്ട് അല്ലെങ്കിൽ സ്വഹീഹായിട്ടൊക്കെ പരിഗണിക്കും. അങ്ങനെയുള്ളൊരു ഹദീസാണ് ഈ ഹദീസ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇതിന് ഷാഹിദായിട്ട് പറയുന്ന മറ്റൊരു ഹദീസ് കാണാം. ഇസ്മായിൽ അൽ ഖാദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ഫളുലുസ് സ്വലാത്തി അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന കിതാബിൽ രേഖപ്പെടുത്തിയതാണ്. حدثنا جعفر بن إبراهيم بن محمد بن علي بن عبد الله بن جعفر بن أبي طالب أمن أخبره من أهل بلده عن علي بن حسين بن علي أن رجلا. അവിടെയും സനദിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അലിബിനു മുഹമ്മദ് ബിൻ അലിബിൻ അബ്ദുല്ലാഹി ബിൻ ജാഫർ ബിൻ അബി ത്വാലിബ് എന്നിവരെ തൊട്ട് നിവേദനം പറയാണ്. അമ്മൻ അഖ്ബറഹു മിൻ അഹ്ലി ബൈത്തി, അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നുള്ള ഒരാളിൽ നിന്ന്. ആ ആളെ പേര് പറഞ്ഞിട്ടില്ല. അപ്പോൾ ലം യുസമ്മ, പേര് പറയപ്പെട്ടിട്ടില്ല. പേര് പറയപ്പെടാത്തത് കൊണ്ട് മജ്ഹൂലാണ്. അപ്പോൾ അന്നലക്ക് ഈ ഹദീസ് ദുർബലമാണ്. പക്ഷേ മറ്റു ഷാഹിദുകൾ, നേരത്തെ പറഞ്ഞ ഹദീസ് ഉൾപ്പെടെ ഇതിന് ഷാഹിദുകളായിട്ട് ബലവത്താക്കുന്ന ഹദീസുകളുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഹദീസിൻ്റെ ഷാഹിദായിട്ട് ഇത് പറയാം. ഇതിൽ വ്യക്തമായിട്ട് കാണാം, അന്ന റജുലൻ, നിശ്ചയം ഒരു വ്യക്തി, കാന യഅതി ഗദാതൻ, അയാൾ വരുമായിരുന്നു. കാനാറ ആയിരുന്നു എന്നാണ്. എന്ത് ഗദാതൻ, രാവിലെ വരും ഒരാൾ. ഫയസൂറു ഖബറൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ സന്ദർശിക്കും. വയുസല്ലി അലൈഹി, നബിക്ക് സ്വലാത്ത് ചൊല്ലും. വയസ്നഉ മിൻ ദാലിക മസ്തഹറഹു അലൈഹി അലി ബിൻ ഹുസൈൻ. അപ്പോൾ ഇത് അദ്ദേഹത്തിൽ നിന്ന് ഇങ്ങനെ പതിവായപ്പോൾ
ഇത് അലി ഇബ്നു ഹുസൈൻ റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ ഫഖാല ലഹു അലി ഇബ്നുൽ ഹുസൈൻ, അദ്ദേഹത്തോട് അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ല പറഞ്ഞു, അഹ്മിലുക അലാ ഹാദാ, ഇങ്ങനെ പതിവായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്നപ്പോൾ ഈ വ്യക്തിയോട് അലി ഇബ്നുൽ ഹുസൈൻ എന്നിവർ ചോദിച്ചു, മാ യഹ്മിലുക അലാ ഹാദാ, എന്താണ് താങ്കളെ ഇത് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്രകാരം ചെയ്യാൻ താങ്കളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉഹിബ്ബു തസ്ലീമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേൽ സലാം ചെല്ലാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്, അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്. ഫഖാല ലഹു അലി ഇബ്നുൽ ഹുസൈൻ, അപ്പോൾ അലി ഇബ്നുൽ ഹുസൈൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഹൽ ലക അൻ ഉഹദ്ദിസക ഹദീസൻ അൻ അബി, എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ട ഒരു നബി വചനം ഞാൻ താങ്കൾക്ക് പറഞ്ഞു തരട്ടെ. അദ്ദേഹം പറഞ്ഞു, ഞാൻ അതേ പറഞ്ഞു തരൂ. ഫഖാല ലഹു അലി ഇബ്നുൽ ഹുസൈൻ, അലി ഇബ്നുൽ ഹുസൈൻ റഹിമഹുല്ലാ അദ്ദേഹത്തോടൊപ്പം പറഞ്ഞു, അഖ്ബർനി അബി, എൻ്റെ ഉപ്പ അതായത് ഹുസൈൻ എന്നവർ റളിയല്ലാഹു അൻഹു എന്നോട് പറഞ്ഞു, അൻ ജദ്ദി, എൻ്റെ വല്യപ്പേർ തൊട്ട് അലി റളിയല്ലാഹു അൻഹു, അന്നഹു ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഖാല റസൂലുള്ളാഹി, അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്, വലാ തജഅലു ബുയൂതകും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളുമാക്കരുത്, വസല്ലു അലയ്യ വസല്ലിമു, നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് സലാം ചൊല്ലൂ, ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫസയബുലൂനി സലാമുക്കും വസലാത്തുക്കും, ശേഷം നിങ്ങളുടെ സലാത്ത് സലാം എനിക്കെത്തും. അപ്പം നിങ്ങൾ എവിടുന്ന് സലാത്ത് സലാം ചൊല്ലിയാലും അതെനിക്ക് എത്തുക തന്നെ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഇനി മറ്റൊരു ഹദീസിൽ കാണാം, ഹദ്ദസന ഇബ്രാഹിം ഇബ്നു ഹംസത ഖാല ഹദ്ദസന അബ്ദുൽ അസീസ് ഇബ്നു മുഹമ്മദിൻ അൻ സുഹൈലിൻ ഖാല, സുഹൈൽ എന്നവർ പറയാണ്, ജിഅ്തു ഉസല്ലിമു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലിക്കൊണ്ട് വന്നു, അല്ലെങ്കിൽ സലാം ചെല്ലാനായിട്ട് വന്നു, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് വന്ന കാര്യമാണ് പറയുന്നത്. വഹസൻ ഇബ്നു ഹുസൈൻ യതഅശാ ഫി ബൈത്തിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫദഅനി ഫജിഅതുഹു ഫഖാൽ, അപ്പോൾ ഹസൻ ഇബ്നു ഹുസൈൻ എന്നവർ, അവിടെ ഹസൻ ഇബ്നു ഹസൻ എന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത്, ഇതിൽ അങ്ങനെ ഹുസൈൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് എങ്കിലും ഹസൻ റളിയല്ലാഹുവിൻ്റെ പുത്രൻ ഹസന്, രണ്ടാം ഹസൻ, ഹസൻ മുസന്ന എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു താബി പണ്ഡിതൻ, അദ്ദേഹമാകാനാണ് സാധ്യത, അള്ളാഹു ഏതാവട്ടെ. യതഅശാഫി ബൈത്തിൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുത്തേക്ക് ഈ സുഹൈൽ എന്നിവർ വരികയാണ്. അപ്പോൾ ഫദഅനി, അപ്പോൾ അദ്ദേഹം എന്നെ ക്ഷണിച്ചു. ഫജിഅതുഹു, ഞാൻ അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് നിന്നു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉദ്നു ഫതഅശ, അടുത്തേക്ക് വരൂ, താങ്കൾ ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞു. ഖാല, ഹദീസ് റിപ്പോർട്ട് പറയുന്നത്, ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ ഉരീദുഹു, ഞാനത് ഉദ്ദേശിക്കുന്നില്ല, ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്നതല്ല, ഭക്ഷണം വേണ്ട. ഖാല മാലി റഅയ്തുക വഖഫ്ത, താങ്കൾ അവിടെ നിൽക്കുന്നതായിട്ട് ഞാൻ കണ്ടല്ലോ, എന്തേ ഇവിടെ നിന്നതെന്താ? ഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, വഖഫ്തു ഉസല്ലിമു അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചെല്ലാൻ വേണ്ടി ഇടന്നതാണ്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബറിൻ്റെ അടുത്ത് ഇടന്നത് അതിന് വേണ്ടിയാണ്. അപ്പോൾ ഖാല, അപ്പോൾ ഹസൻ എന്നവർ പറഞ്ഞു, ഇദാ ദഖൽത അൽ മസ്ജിദ ഫസല്ലിം അലൈഹി, താങ്കൾ മസ്ജിദിൽ പ്രവേശിച്ചാൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മസ്ജിദ് നബവിയിൽ നബി അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചെല്ലുക. സുമ്മ ഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, എന്ത്, സൊല്ലു ഫി ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ വെച്ച് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ജമാഅത്തിന് വരണ്ടെന്നല്ല, വീടുകളിൽ വെച്ചും നഫ്ല് നിസ്കാരങ്ങളൊക്കെ നിസ്കരിക്കണം എന്നുള്ളതാണ്. വീട് തീരെ നിസ്കാരമില്ലാത്ത ഇടങ്ങളാക്കരുത്. വലാ തജഅലു ബുയൂത്തക്കും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്. ലഅനല്ലാഹു യഹൂദ, യഹൂദികളെ അള്ളാഹു ശപിച്ചു. ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയതിനാൽ. ഇപ്പോൾ ഇവിടെ ഈ വ്യക്തി സുഹൈൽ എന്ന വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ മസ്ജിദാക്കിയിട്ടൊന്നുമില്ല, അവിടെ ചെന്ന് സലാം ചൊല്ലിയിട്ടുള്ളൂ. അപ്പം അത് പലപ്പോഴും അദ്ദേഹം അങ്ങനെ കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. നിങ്ങൾ പിന്നെ ഈ ഹദീസ് ഹസൻ എന്നവർ പറഞ്ഞെടുക്കാനുള്ള കാരണം എന്താണ്?
ഇതൊരു ആരാധനയിലേക്ക് നയിക്കപ്പെടാൻ പാടില്ല എന്നതുകൊണ്ട് ആണ് എന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനടുത്ത് എന്നിട്ട് സലാം ചൊല്ലാൻ പാടില്ല എന്നല്ല അതിനർത്ഥം. പക്ഷേ ഇതിന് വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് അങ്ങോട്ട് പോകേണ്ട കാര്യം ഇല്ല. കാരണം എന്താണ്? സ്വല്ലു അലൈഹി, നിങ്ങളുടെ പേര് സ്വലാത്ത് ചൊല്ലു, ഇന്ന സ്വലാത്തക്കും തബ്ലൂനി ഹൈസുമാക്കുത്തും, കാരണം നിങ്ങളുടെ സ്വലാത്ത് എവിടെയായിരുന്നാലും എനിക്ക് എത്തും എന്ന്. ഇതാണ് ആ റിപ്പോർട്ട്. ഇനി മുസന്നഫ് അബ്ദുർ റസാഖിൽ ഒരു ഹദീസ് കാണാം. അതിലെ റിപ്പോർട്ട് ഇങ്ങനെയാണ്: അനി തൗരി അൻ ഇബ്നു അജ്ലാന അൻ റജുലിൻ യുഖാലു ലഹു സുഹൈൽ അനിൽ ഹസൻ ബിൻ അലി. അപ്പോൾ ഹസൻ ബിൻ അലി തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ഹുസൈൻ എന്നിവരുടെ പുത്രനല്ല, ഹസൻ എന്നിവരുടെ പുത്രൻ ഹസൻ ആണ് ഉദ്ദേശിച്ചത്. ഇപ്പം നേരത്തെ ഹുസൈൻ എന്നിവരുടെ പുത്രൻ എന്ന് കണ്ടത് തെറ്റായിരിക്കാനാണ് സാധ്യത. കാല അദ്ദേഹം പറഞ്ഞു, ഹസൻ ഇബ്നു അലി എന്നിവർ പറഞ്ഞു, റഅ ഖൗമൻ ഇൻദൽ ഖബ്രി ഫനഹാഹും, അദ്ദേഹം കണ്ടു എന്നാണ് ഈ ഹദീസ് റിപ്പോർട്ടർ പറയുന്നത്. ഒരു കൂട്ടം ആളുകളെ അൽ ഖബർ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് കണ്ടു. ഫനഹാഹും, അപ്പോൾ അവരെ അദ്ദേഹം വിലക്കി. ആര്? ഹസൻ ബിൻ അലി. ഖാല, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തത്തഖിദു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത് എന്ന്, ഉത്സവസ്ഥാനമാക്കരുത് എന്ന്. വലാ തത്തഖിദു ബുയൂത്തക്കും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളുമാക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലു, ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തും, നിങ്ങൾ എവിടുന്ന് സ്വലാത്ത് ചൊല്ലിയാലും. ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അവരുടെ ഇഖ്തിദാഉ സിറാത്തുൽ മുസ്തഖീം എന്ന കിതാബിൽ നിന്ന് കാണാം. വറവാ സഈദ്, അതായത് സഈദ് ബിൻ മൻസൂർ എന്നവർ, ഫി സുനനിഹി, അദ്ദേഹത്തിൻ്റെ സുനനിൽ റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നിവേദനം ചെയ്യുന്നു, ഹദ്ദസന ഹിബ്ബാൻ ബിൻ അലി ഹദ്ദസന മുഹമ്മദ് ബിൻ അജ്ലാൻ അൻ അബി സഈദ് മൗല അൽ-മഹ്രി ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തഖിദു ബൈത്തി ഈദ, നിങ്ങൾ എൻ്റെ വീടിനെ, അതായത് എൻ്റെ ഖബറിനെ ഈദാക്കരുത്. വലാ ബുയൂത്തക്കും ഖുബൂറ, നിങ്ങളുടെ വീടുകളെ നിങ്ങൾ ഖബറുകളാക്കരുത്. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലു, ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും, ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തും. ഫഖാല സഈദ് ബിൻ മൻസൂർ, സഈദ് എന്നവർ പറഞ്ഞു, ഹദ്ദസന അബ്ദുൽ അസീസ് ബിൻ മുഹമ്മദ് അഖ്ബർനി സുഹൈൽ ബിൻ അബി സുഹൈൽ ഖാല, സുഹൈൽ എന്നവർ പറഞ്ഞതായിട്ട് പറയണം, റആനി ഹസൻ ബിൻ അലി ഇബ്നു അബി ത്വാലിബ് ഇൻദൽ ഖബർ, എന്നെ ഹസൻ ബിൻ അലി ഖബറിൻ്റെ അടുത്ത് കണ്ടു, സുഹൈൽ എന്നവരെ. ഫനാദാനി, അപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു. വഹഫി ബൈത്തി ഫാത്തിമത്തെ ആയിഷ, ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ അദ്ദേഹം ഭക്ഷണം കഴിക്കായിരുന്നു. ഫഖാല ഹലുമ്മ ഇലൽ അശാ, അത്താഴത്തിന് വരുന്നോ? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, ലാ ഉരീദു, എനിക്ക് ആവശ്യമില്ല, ഞാൻ അത്താഴക്ക് വേണ്ട. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മാലി റഅയ്തുക ഇൻദൽ ഖബർ, ഖബറിൻ്റെ അടുത്ത്, അതായത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൻ്റെ അടുത്ത് താങ്കളെ ഞാൻ കണ്ടല്ലോ, എന്തേ? ഫഖുൽതു, അപ്പോൾ ഞാൻ പറഞ്ഞു, സല്ലംതു അല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിക്ക് സലാം ചൊല്ലിയായിരുന്നു. ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇദാ ദഖൽതൽ മസ്ജിദ് ഫസല്ലി, മസ്ജിദ് നബവിയിൽ പ്രവേശിച്ചാൽ താങ്കൾ സലാം ചൊല്ലിക്കോളൂ. തുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തത്തഖിദു ബൈത്തി ഈദ, നിങ്ങൾ എൻ്റെ വീടിനെ ഈദാക്കരുത്. വലാ തത്തഖിദു ബുയൂത്തക്കും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്, ആക്കുകയും ചെയ്യരുത്. ലഅനല്ലാഹുൽ യഹൂദ, യഹൂദികളെ അള്ളാഹു ശപിച്ചിരിക്കുന്നു, ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അവർ അവരുടെ അമ്പിയാക്കളുടെ, നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളാക്കി. വസല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ സ്വലാത്ത് ചൊല്ലു, ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി ഹൈസുമാ കുന്തും, കാരണം നിങ്ങളുടെ സ്വലാത്ത് എവിടെയായിരുന്നാലും അത് എനിക്കെത്തും. ഖാല ഹസൻ ബിൻ അലി എന്നിവർ തുടർന്ന് പറഞ്ഞു, അത് നബി പറഞ്ഞല്ല, മാ അന്തും വമംബിൽ അന്ദുലൂസി ഇല്ലാ സവ, നിങ്ങളും അന്ദുലൂസിൽ സ്പെയിനുള്ളവരും ദൂരെയുള്ള രാജ്യം അന്ദുലൂസ്, അപ്പോൾ അതായത് ഇപ്പോഴത്തെ സ്പെയിൻ പിന്നീട് സ്പെയിൻ എന്നറിയപ്പെട്ട രാജ്യം, അപ്പോൾ അവിടെയുള്ളവരും താങ്കളും ഒരുപോലെ തന്നെ, അല്ലാതല്ല എന്ന് പറഞ്ഞാൽ ഒരുപോലെയാണ് എന്ന് പറഞ്ഞാൽ, സ്പെയിനിൽ അല്ലെങ്കിൽ അന്തലൂസിലുള്ള ദൂരെ രാജ്യത്തുള്ള ഒരാളും താങ്കൾ, ഈ ഖബറിൻ്റെ അടുത്തുള്ള താങ്കളും
ഇവിടുന്ന് സലാം ചൊല്ലിയാലും അവിടെ ഉള്ള ഒരാൾ സലാം ചൊല്ലിയാലും രണ്ടും സമാണ്. അപ്പോൾ നബിൻ്റെ ഖബറിൻ്റെ അടുത്ത് നിന്ന് സലാം ചൊല്ലിയാലും ദൂരെ നിന്ന് സലാം ചൊല്ലിയാലും ഒരേ പ്രതിഫലം ആണ്, അത് നബിക്ക് എത്തുക തന്നെ ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തുടർന്ന് വിശദീകരിക്കുകയാണ്. ഫഹാദാനിൽ മുർസലാനി മിൻ ഹാദൈനിൽ വജ്ഹൈനിൽ മുഖ്തലിഫൈനി. അപ്പോൾ ഈ രണ്ട് വ്യത്യസ്ത വഴികളിലൂടെ മുർസലായിട്ടുള്ള രണ്ട് ഹദീസുകൾ വന്നിട്ടുള്ളത്. യദുല്ലാനി അത് രണ്ടും അറിയിക്കുന്ന അലാ സുബൂത്തിൽ ഹദീസ്, ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണ് എന്ന്. ലാസിയമ പ്രത്യേകിച്ച് വഖദ് ഇഹ്തജ്ജ മൻ അർസലഹു ബിഹി. കാരണം ഇത് മുർസലായി ഉദ്ധരിച്ചവർ തന്നെ ഇതിനെ പ്രമാണമായിട്ട് സ്വീകരിച്ചിട്ടുണ്ട് എന്നത് പരിഗണിച്ച് പ്രത്യേകിച്ചും വഖദ് ഇഹ്തജ്ജ മൻ അർസലഹു ബിഹി വദാലിക യഖ്തദി സുബൂതഹു ഇൻദഹു, അത് അവരുടെ അടുത്ത് സ്ഥിരപ്പെട്ടതാണ് എന്നത് അത് വിധിക്കുന്നു. വലൗലം യകുൻ, അങ്ങനെയല്ലെങ്കിൽ തന്നെ റുവിയ മിൻ വുജൂഹിൻ മുസ്നത്തിൻ ഗൈരി ഹാദൈനി, ഇനി ഈ രണ്ട് വഴികളിലൂടെ അല്ലാതെ മറ്റു മുസ്നദായ വഴികളിലൂടെ ഇത് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും ഫകൈഫ്, പിന്നെ എന്താണ്, ഇത് സ്ഥിരപ്പെട്ടതാണ്. ഫകൈഫ വഖദ് തഖദ്ദം മുസ്നദൻ, അപ്പോൾ പിന്നെ ഇത് മുസ്നദായതിനു മുമ്പ് ഉദ്ധരിക്കപ്പെട്ട സ്ഥിതിക്ക് പറയേണ്ടതില്ല. അപ്പോൾ ഇത് സ്ഥിരപ്പെട്ട റിപ്പോർട്ട് തന്നെയാണ് എന്ന് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് സമർത്ഥിക്കുകയാണ്. അപ്പോൾ വജ്ഹു ദലാലത്ത്, ഇനി ഇതിൻ്റെ തെളിവിൻ്റെ വശം എന്താണ്? അന്ന ഖബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അഫ്ളലു ഖബറിൻ അലാ വജ്ഹിൽ അർദ്, ഭൂമുഖത്ത് ഏറ്റവും ശ്രേഷ്ഠകരമായ ഖബർ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറാണ്. വഖദ് നഹാ അൻ ഇത്തിഹാദിഹി ഈദ, എന്നിട്ട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അതിനെ ഈദാക്കുന്നതിനെ നിരോധിച്ചു. ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ച് സന്ദർശിക്കുന്ന ഒരു കേന്ദ്രമാക്കുന്നതിനെ നിരോധിച്ചു. ഫഖബറു ഗൈരിഹി ഔലാ ബിന്നഹി, അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ഖബർ നിരോധിക്കപ്പെടാൻ ഏറ്റവും യോഗ്യമാണ്. കായിനം മൻകാൻ സുമ്മ ഇന്നഹു ഖറന ദാലിക ബിഖൗലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചേർത്ത് പറഞ്ഞു വലാ തത്തഖിദു ബുയൂതക്കും ഖുബൂറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ ഖബറുകളാക്കരുത്. അതായത് ലാ തുഅത്തിലുഹാ ലിസ്വലാ സ്വലാത്തി ഫിഹാ വദ്ദുആഇ വൽ ഖിറാഅത്തി, അതായത് വീട്ടിൽ നിസ്കാരം, ദുആ, ഖിറാഅത്ത് ഇതിൽ നിന്നൊക്കെ മുക്തമായിട്ട് വീട്ടിലിതൊന്നും ഇല്ലാതെ ഒരു ഖബറിടമാക്കരുത്, മക്കാബറ ശ്മശാനം ആക്കരുത് എന്ന് വീടുകളെ. ഫതകൂനു ബി മൻസിലത്തിൽ ഖുബൂർ, അങ്ങനെ ചെയ്താൽ എന്താണ്? അത് ഖബറുകളുടെ സ്ഥാനത്ത് വരും. ഫഅമറ ബി തഹരീൽ ഇബാദാത്തി ഫിൽ ബുയൂത്ത്, അപ്പോൾ വീടുകളിൽ വെച്ച് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ചു. എന്നാൽ വ നഹ അൻ തഹരീഹ ഇൻദൽ ഖുബൂർ, ഖബറുകളുടെ അടുത്ത് വെച്ചിട്ടോ മനഃപൂർവ്വം പ്രത്യേകിച്ച് ഇബാദത്തുകൾ ചെയ്യുക എന്നത് നബി നിരോധിച്ചു. കാരണം ഖബറിൻ്റെ അടുത്ത് പോയാൽ ഖബറാളിക്ക് സലാം ചെല്ലാൻ പാടില്ല എന്നോ അദ്ദേഹത്തെ ആ ഖബറാളിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല എന്നൊന്നുമല്ല, അത് ഷറാക്കപ്പെട്ടത് തന്നെയാണ്. പക്ഷേ അതിനായിട്ട് ഇടക്കിടക്ക് ഇങ്ങനെ ആവർത്തിച്ച് പോകേണ്ട കാര്യം ഇല്ല എന്നതാണ്. അക്സമാ യഫ്അലുൽ മുശ്രികൂന മിനൻ നസാറ വമൻ തശബ്ബഹ ബിഹിം, നസാറാക്കളിൽപ്പെട്ട മുശ്രിക്കുകൾ അതോടൊപ്പം അവരോട് സദൃശമായിട്ടുള്ള ആൾക്കാരും പ്രവർത്തിച്ചതിന് വിരുദ്ധമായിട്ട് അവരുടെ അമ്പിയാക്കളുടെ ഖബറുകളെ എന്താക്കി? ഈദാക്കി, പിന്നെ മസ്ജിദുകളാക്കി, ആരാധനാ കേന്ദ്രങ്ങളാക്കി എന്നതാണ്. വഫി സ്വഹീഹൈനിലുണ്ട്, അതായത് ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസ്. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അവர்கள் എന്നുള്ള റിപ്പോർട്ടിൽ നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജ്അലൂ മിൻ സ്വലാത്തിക്കും ഫി ബുയൂത്തിക്കും, നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ നിസ്കാരത്തിൻ്റെ ഒരു ഷെയർ വരുത്തുക എന്ന് പറഞ്ഞാൽ ചിലതൊക്കെ നിങ്ങൾ വീട്ടുകളിൽ വെച്ച് നിസ്കരിക്കുക, സുന്നത്തൊക്കെ ഇടയ്ക്കൊക്കെ വീട്ടിൽ നിസ്കരിക്കുക. വലാ തത്തഖിദുഹാ ഖുബൂറ, അവയെ നിങ്ങൾ എന്താക്കരുത്? ഖബറുകളാക്കരുത് എന്ന്. റവാ മുസ്ലിം അൻ അബീ ഹുറൈറ അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, മുസ്ലിം റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു തൊട്ട് നിവേദനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതക്കും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മക്ബറകളാക്കരുത്. ഫൈന ശൈത്താന യഫിറു മിനൽ ബൈത്തിൽ ലദീ യസ്മഉ സൂറത്തുൽ ബഖറ തുഖറഉ ഫീഹി, കാരണം സൂറത്തുൽ ബഖറ ഓതപ്പെടുന്ന പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് ഷൈത്താൻ ഓടുന്നതാണ്. സുമ്മ ഇന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അഖബ നഹി അൻ ഇത്തിഖാദിഹി ഈദൻ ബിഖൗലിഹി, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? ഖബറിനെ ഈദാക്കുന്നതിനെ അതിന് തുടർത്തി പറഞ്ഞു, അത് പാടില്ല എന്ന്. സല്ലു അലയ്യ ഫൈന സ്വലാത്തക്കും തബുലൂനി ഹൈസുമാ കുന്തും എന്ന് നബി പറഞ്ഞു. സല്ലു അലയ്യ, നിങ്ങൾ എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലു, ഫൈന സ്വലാത്തക്കും, കാരണം നിങ്ങളുടെ സ്വലാത്ത് തബുലൂനി എനിക്കെത്തും ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും എന്ന്. വഫീൽ ഹദീസിൽ ആഖർ, മറ്റൊരു ഹദീസിൽ ഇങ്ങനെ കാണാം, ഫൈന തസ്ലിമക്കും എബുലുനി ഹൈസുമാക്കും അയിനമാക്കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സലാം എനിക്കെത്തും എന്ന്. യുഷീർ ബിദാലിക സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതുകൊണ്ട് നബി എന്നാണ് ഉദ്ദേശിക്കുന്നത്, സൂചിപ്പിക്കുന്നത് ഇലാ അന്നമാ യനാലുനി മിൻകും മിന സ്വലാത്തി വസ്സലാമി യഹ്സുനു ഖുർബിക്കും മിൻ ഖബരി വബുഅദിക്കും മിൻഹു,
എനിക്ക് ചൊല്ലുന്ന സലാത്ത് സലാം അത് നിങ്ങൾ എൻ്റെ ഖബറിൻ്റെ അടുത്താണെങ്കിലും അല്ലെങ്കിലും ദൂരത്താണെങ്കിലും അത് എനിക്ക് കിട്ടും, എനിക്ക് എത്തും. ഫല ഹാജത്ത് ബിക്കും ഇരത്തിഹാദി എഴുത. അപ്പോൾ ഖബറിനെ ആവർത്തിച്ച് വരുന്നൊരു ഇടം ഈദ് ആക്കേണ്ട ആവശ്യം ഇല്ല, ഹാജത്തില്ല എന്ന്. വൽ അഹാദീസു അൻഹു ബിഅന്ന സ്വലാത്തന വസലാമന തുറദു അലൈഹി കസീറ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലിൽ നമ്മൾ സ്വലാത്ത് സലാം ചൊല്ലുന്നത് അത് നബിക്ക് പ്രദർശിപ്പിക്കപ്പെടും, എത്തും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഹദീസുകൾ ധാരാളമുണ്ട് എന്നതാണ്. ഇനി ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് തന്നെ അദ്ദേഹത്തിൻ്റെ ജാമിഉൽ മസായിൽ എന്ന കിതാബിൽ പറഞ്ഞതായിട്ട് കാണാം. വകദാലിക മഖാമു ഇബ്രാഹിം അല്ലദീ ഖാല അല്ലാഹു തആല ഫീ. അപ്രകാരമാണ് ഒരു കാര്യം പറഞ്ഞിട്ട് പറയുന്നത്. എന്ത്? അപ്രകാരമാണ് മഖാമു ഇബ്രാഹിം. അല്ലാഹു സുബ്ഹാനഹു വ തആല മഖാമു ഇബ്രാഹിമിന്റെ വിഷയത്തെ പറഞ്ഞു, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ല. അതായത് നിങ്ങൾ മഖാമു ഇബ്രാഹിമിനെ, അതായത് ഇബ്രാഹിം അലൈഹിസ്സലാം കഅബ പുനർനിർമ്മിക്കാൻ വേണ്ടി നിന്ന സ്ഥലം, ആ മഖാമു ഇബ്രാഹിമിനെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ നിസ്കാര സ്ഥാനമാക്കുക, മുസല്ലയാക്കുക എന്ന് പറഞ്ഞു. ലം യസ്തലിംഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലം യുഖബ്ബിൽഹു. എന്നാൽ ആ മഖാമു ഇബ്രാഹിമിനെ മുസല്ലയാക്കിയെങ്കിലും അത് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തിട്ടുണ്ട് എന്നതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തൊട്ട് തടവിയിട്ടില്ല, ഇസ്തിലാമ് അത് ചെയ്തിട്ടില്ല. അതേപോലെ അതിനെ ചുംബിച്ചിട്ടും ഇല്ല എന്നതാണ്. വലാ യുശ്റഉ ദാലിക ഫീഹി. അത് ഷറാക്കപ്പെട്ടതല്ല. അപ്പം മഖാമു ഇബ്രാഹിമിൽ ചുംബിക്കുക, തൊട്ട് തടവുക എന്നുള്ളത് ഷറാക്കപ്പെട്ട കാര്യം അല്ല, അനുവദിക്കപ്പെട്ട കാര്യം അല്ല. ബൽ യുൻഹാനു ബിത്തിഫാഖിൽ ഉലമാ. പക്ഷേ എന്നാൽ ഉലമാക്കളുടെ ഏകോപിച്ചുള്ള അഭിപ്രായ പ്രകാരം മഖാമു ഇബ്രാഹിമിൽ ചുംബിക്കുക, അത് തൊട്ട് തടവുക, മുത്തുക എന്നത് അത് നിരോധിക്കപ്പെട്ടതാണ്. ഫൈദാ കാന മഖാമു ഇബ്രാഹിം അല്ലദീ ദക്കറഹു അല്ലാഹു തആല ഫിൽ ഖുർആൻ ലാ യുശ്റഉ അൻ യതമസ്സഹൽ അബ്ദു ബിഹി. അപ്പോൾ ഖുർആനിൽ അള്ളാഹു പരാമർശിച്ച മഖാമു ഇബ്രാഹിം, ഖുർആനിൽ മുസല്ലയായിട്ട് പരാമർശിക്കപ്പെട്ട മഖാമു ഇബ്രാഹിം, അത് തൊട്ട് തടവൽ നിയമമാക്കപ്പെട്ടിട്ടില്ല, ഷറാക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഫകൈഫ സായിറുൽ മഖാമാതി വൽ മശാഹിദി അല്ലതി യുഖാൽ ഇന്നഹാ അഥറു ബഅദിൽ അംബിയാഇ വസ്വാലിഹീൻ. അപ്പോൾ പിന്നെ ചില നബിമാരുടെ സ്വാലിഹീങ്ങളുടെ അഥറുകളാണ്, അവശിഷ്ടങ്ങളാണ് എന്ന് പറഞ്ഞിട്ട് ചില മക്കാമുകളും മഷ്ഹദുകളും അവ തൊട്ട് തടവുക എന്നുള്ളത് എങ്ങനെ ശരിയാകും? അത് നിയമവിധേയമല്ലല്ലോ. ഇതാക്കാന ഖബറു നബിയിനാ ലാ യുശ്റഉ ബിത്തിഫാഖിൽ മുസ്ലിമീന. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ തന്നെ മുസ്ലിങ്ങളുടെ ഏകോപിച്ച അഭിപ്രായ പ്രകാരം ബി അൻ യുഖബ്ബില ഔ യുതമസ്സഹ ബി, അതായത് അത് മുത്താനോ അത് തൊട്ട് തടവാനോ പാടില്ല എങ്കിൽ ഫകൈഫ ബി ഖബരി ഗൈരി. അപ്പം പിന്നെ മറ്റൊരാളുടെ ഖബർ എങ്ങനെ തൊട്ട് മുത്താനും പിന്നെ അത് തടവാനൊക്കെ പറ്റും? വഫീ സുനനി അബീ ദാവൂദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ. സുനൻ അബീ ദാവൂദിൽ ഇപ്രകാരം ഹദീസ് കാണാം, ലാ തത്തഖിദു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്. വലാ തത്തഖിദു ബുയൂത്തക്കും മഖാബിറ, നിങ്ങൾ നിങ്ങളുടെ വീടുകളെ മഖബറുകളുമാക്കരുത്. വഖാലായിവാൻ ഇസ്ലാം എങ്ങനെയും പറഞ്ഞു, സല്ലു അലൈഹി ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുക. ഫഇന്ന സ്വലാത്തകും തബ്ലുനി, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തും, അതായത് നിങ്ങൾ എവിടെയായിരുന്നാലും. ഒരു ഇക്കാരണത്താൽ അബ്ദുല്ലാഹി ഇബ്നു ഹസൻ ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് റജുലൻ യുക്സിറു ഇഖ്തിലാഫ ഇലാ ഖബറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ. ഇതിൽ അബ്ദുല്ലാഹ് എന്നിവരെയാണ് പേര് പറയുന്നത്. അബ്ദുല്ലാഹി ഇബ്നു ഹസൻ ഇബ്നു ഹുസൈൻ ഇബ്നു അലി ഇബ്നു അബി ത്വാലിബ് എന്നിവർ കണ്ടു ഒരു വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൻ്റെ അടുത്ത് ഇടക്കിടക്ക് ഇങ്ങനെ വരുന്നതായിട്ട്. ഫഖാൽ, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ഹാദാ, എന്തേ ഇന്നാലിന്നയാളെ, ഹേ മനുഷ്യ, ഇന്ന റസൂല സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നിശ്ചയം അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ലാ തത്തഖിദു ഖബരി ഈദ, നിങ്ങൾ എൻ്റെ ഖബറിനെ ഈദാക്കരുത്. ഫസല്ലു അലൈഹി ഹൈസുമാ കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും എൻ്റെ പേര് സ്വലാത്ത് ചൊല്ലു. ഫഇന്ന സ്വലാത്തകും തബ്ലുഗുനി, കാരണം നിങ്ങളുടെ സ്വലാത്ത് എനിക്കെത്തും. ഫമാ അൻത വറജുലുൻ ബിൽ അൻദലൂസി ഫീഹി ഇല്ലാ സവാ, നീയും അതെ താങ്കളും അന്തലൂസിലുള്ള ആളും സമമായിട്ടല്ലാതെ അല്ല എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് സലാം ചൊല്ലിയാലും ഈ ഖബറിൻ്റെ അടുത്ത് നിന്ന് പിന്നെ ഖബറിൻ്റെ അടുത്ത് സലാം ചൊല്ലിയാലും ഈ ദൂരെയുള്ള അന്തലൂസ് എന്ന രാജ്യത്ത് സ്പെയിനിൽ നിന്ന് അവിടുന്ന് ഒരാൾ നബിൻ്റെ പേര് സലാത്ത് സലാം ചൊല്ലിയാലും ഒരുപോലെ തന്നെയാണ് എന്ന്. ഇത് ഹസൻ ബിൻ അലി എന്നിവർ തന്നെ ആയിരിക്കും. അവിടെ ആരാണ് എന്നൊരു കൺഫ്യൂഷൻ ഉണ്ട്. അത് ചിലപ്പം ഈ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് അബ്ദുള്ള എന്നായിരിക്കാനാണ് സാധ്യത. ഞാൻ നോക്കിയിട്ടില്ല വിശദമായിട്ട്. പിന്നെ പിന്നീട് പറയാണ്, ദക്കറഹു സഈദ് ബിൻ മൻസൂർ ഫി സുനനി, സഈദ് ബിൻ മൻസൂർ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് തന്നെ ഹസൻ ബിൻ ഹസൻ ഇബ്നു അലി വറവാ ബിൻ അഹ്ബി ഹാദൽ മാന അലി ഇബ്നു ഹുസൈൻ
സൈനുൽ ആബിദീൻ അൻ അബീഹി അൽ ഹുസൈൻ അൻ അലി ഇബ്നു അബി താലിബ്. അപ്പോൾ അലി ഇബ്നു ഹുസൈൻ ഇബ്നു അലി എന്നിവരിൽ നിന്നും ഇതേപോലത്തെ റിപ്പോർട്ട് ഉണ്ട്. അതായത് ഹുസൈൻ എന്നവരുടെ പുത്രൻ അലി എന്നവരും ഹസൻ എന്നവരുടെ പുത്രൻ ഹസൻ എന്നവരും ഇതേപോലെ സമാനമായിട്ടുള്ള ആശയത്തിൽ അവരുടെ പക്കൽ നിന്ന് ഹദീസ് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. ذكره أبو عبد الله محمد بن عبد الواحد المقدسي الحافظ في صحيح. അതായത് ഹാഫിദ് അബ്ദുൽ വാഹിദ് അൽ മഖ്ദിസി ഹംബലി മദ്ഹബുകാരനാണ്. അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വറുവിയ അന്നഹു ഖാൽ, അദ്ദേഹത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം പറഞ്ഞതായിട്ട്, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞതായിട്ട്, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബ്രി വസനി യുഅബദ്, അല്ലാഹു എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ഇബാദത്ത് ചെയ്യപ്പെടുന്ന ഒരു വസൻ ബിംബമാക്കരുത്. ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ, അംബിയാക്കളുടെ ഖബറുകളെ മസ്ജിദുകളാക്കിയവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം കഠിനമായിരിക്കുന്നു. റവാഹു മാലിക് റഹ്മത്തുള്ളാഹി ഇത് റിപ്പോർട്ട് ചെയ്തു ഫിൽ മുവത്തയിൽ വാൻ മാലിക്കിൽ മുർസലിൻ മുസ്നദ. മാലിക് റഹ്മത്തുള്ളാഹി അവരുടെ മുർസലായിട്ടും മുസ്നദായിട്ടും ഇത് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.